Venerable Father Joseph Kakalech, School Principal Sri C.B. P.J. ആശംസകൾ അർപ്പിക്കുന്ന ശ്രീമതി മായ രാഹുൽ, ശ്രീമതി മഞ്ജുഷ ടോണി, ബഹുമാനപ്പെട്ട അച്ഛ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, അധ്യാപകരെ, ഏറെ വാത്സല്യമുള്ള കുട്ടികളെ, സെൻറ് തോമസ് TTI വലിയൊരു പരിശീലന കളരിയാണ്. അധ്യാപകരെ പരിശീലിപ്പിക്കുന്നു, മാത്രമല്ല വിദ്യാർത്ഥികൾക്കും വേണ്ടത്ര രൂപീകരണവും നൽകുന്ന വലിയ പരിശീലന കളരി. ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും തോന്നി. കാരണം ഏറ്റവും ചെറിയ കുട്ടികൾ മുതലുള്ള ഈ സദസ്സ് വലിയ അച്ചടക്കത്തോടുകൂടെ പങ്കെടുക്കുന്നു എന്നതിൽ, പൊതുവെ വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ, അതും പ്രത്യേകിച്ച് പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികളെ വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഒച്ചപ്പാടും ബഹളവും ഓട്ടവും ഒക്കെ പതിവാണ്. എന്നാൽ ഇവിടെ കുട്ടികൾ എത്ര അച്ചടക്കത്തോടുകൂടിയാണ് വ്യാപരിക്കുന്നത്. അധ്യാപകർ കുട്ടികൾക്ക് വേണ്ടത്ര ശ്രദ്ധയും പരിശീലനവും അച്ചടക്കവും നൽകുന്നത് കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഇത്ര നന്നായി ഈ സദസ്സിൽ പെരുമാറുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സിബിസാറിന്റെ നേതൃത്വത്തിലുള്ള ഈ നല്ല അധ്യാപക സമൂഹത്തെ എല്ലാവരുടെയും പേരിൽ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. നല്ല കൈയ്യടി വിട്ടു. ഇവിടെ വായിച്ചു കേട്ട റിപ്പോർട്ടിൽ നിന്നും ഈ സ്കൂളിൽ എത്ര വലിയ വിവിധങ്ങളായ പരിപാടികളാണ് ഒരു വർഷത്തിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പഠന പാഠ്യേതര മേഖലകളിൽ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളാണ് ഇവർ കാഴ്ചവെക്കുന്നത്. കുട്ടികളുടെ അക്കാദമികവും കായികവും കലാപരവുമായ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മൂല്യങ്ങളിൽ അടിയുറച്ച ഒരു ജീവിതം പടുത്തുയർത്താൻ വേണ്ട അടിസ്ഥാന ശിലകളും ഈ മക്കൾക്ക് നൽകുന്നുണ്ട് എന്നതിൽ തർക്കമില്ല. നിങ്ങളുടെ വലിയ സേവനത്തെ ഞാൻ അഭിനന്ദിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല സൗകര്യങ്ങളാണ് ഈ സ്കൂളിൽ നമുക്കുള്ളത്. വൃത്തിയുള്ള ബലവത്തായ സ്കൂൾ കെട്ടിടം, അതുപോലെ തന്നെ വിശാലമായ മൈതാനം, ഈ പരിസരം എല്ലാം കൂടുതൽ നല്ലതും വൃത്തിയുള്ളതുമാണ്. ഇതിൻ്റെ പിന്നില് കത്തീഡ്രൽ ദേവാലയത്തിന്റെ വികാരിയച്ഛനും കൈക്കാരന്മാർക്കും ചെറുതല്ലാത്ത പങ്കുണ്ട്. സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, സൗകര്യങ്ങൾ ഏറ്റവും വിപുലമാക്കുന്നതിന് വേണ്ടി എപ്പോഴും സമ്പൂർണ്ണ സഹകരണം നൽകുന്ന ഒരു സ്കൂൾ മാനേജ്മെന്റ് ആണ് ഉള്ളത്. പല കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം സെന്റ് തോമസ് കത്തീഡ്രലിന്റെ സ്കൂളുകൾ ഞങ്ങൾക്ക് സ്വന്തം പോലെയാണ്. എപ്പോ വേണമെങ്കിലും സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലോ TTIയിലോ ഏത് പൊതുപരിപാടി സംഘടിപ്പിക്കുന്നതിനും തടസ്സമില്ല. വികാരിയച്ഛനും കൈക്കാരന്മാരും അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും എപ്പോഴും ഒരുക്കി തരുന്നുണ്ട്. വികാരിയച്ഛനെയും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് സഹപ്രവർത്തകരെയും നന്ദിയോടും സ്നേഹത്തോടും കൂടെ ഈ നിമിഷം ഞാൻ അനുസ്മരിക്കുകയാണ്. പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ സാന്നിധ്യം വിലപ്പെട്ടതാണ്. ഇന്ന് മക്കളെ ഇംഗ്ലീഷ് മീഡിയങ്ങളിലേക്ക് പറഞ്ഞയക്കാൻ തത്രപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു വലിയ പ്രലോഭനത്തെ അതിജീവിച്ചുകൊണ്ട് മാതൃഭാഷയില്, അതുപോലെ നമ്മളുടെ സാധാരണ സ്കൂളുകളില്, ഇംഗ്ലീഷ് മീഡിയങ്ങൾ അസാധാരണത്തുള്ളതാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ എയ്ഡഡ് സ്കൂളുകളിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കാൻ നിങ്ങൾ എടുത്ത തീരുമാനം വളരെ വലുതാണ്.
ഇവിടുത്തെ അധ്യാപനവും പരിശീലനവും മറ്റെവിടത്തെക്കാളും മികച്ചതാണെന്ന് ഉള്ളതിന്റെ തെളിവാണ് നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം. നിങ്ങളുടെ സാന്നിധ്യത്തെ വിലമതിച്ചുകൊണ്ട്, നിങ്ങളുടെ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിൽ ഓർക്കുകയാണ്. ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ പൊതുവായ ഒരു കാര്യത്തെക്കുറിച്ച് കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അത് ഈ നാളുകളിൽ കേരളം നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. അതായത് വാർദ്ധക്യം ബാധിച്ച കേരളമാണ്. വാർദ്ധക്യം ബാധിച്ച കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തില് വൃദ്ധരായ മനുഷ്യരുടെ എണ്ണം കൂടുകയാണ്. കുമ്പനാട്, പത്തനംതിട്ട ജില്ലയിലെ കുമ്പനാട് എന്ന് പറയുന്ന ഗ്രാമത്തെ ഗോസ്റ്റ് ടൗൺ അല്ലെങ്കിൽ ഗോസ്റ്റ് വില്ലേജ്, പ്രേത നഗരം എന്നാണ് BBC വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം അവിടെയുള്ള മനുഷ്യരിൽ കൂടുതൽ ശതമാനവും വൃദ്ധരാണ്. വീടുകളിൽ വൃദ്ധരായ മാതാപിതാക്കന്മാർ മാത്രമേ ഉള്ളൂ. കൈപ്പുഴ എന്നുള്ള ഗ്രാമത്തെ കുറിച്ചുള്ള ഒരു വാർത്ത നിങ്ങളൊക്കെ വായിച്ചു കാണും. അവിടെ ആ ഗ്രാമത്തിൽ 300-ലധികം വീടുകൾ പൂട്ടിയിട്ടിരിക്കുകയാണ്, ആളുകളില്ല. ആയിരക്കണക്കിന് യുവാക്കന്മാര് നമ്മുടെ നാട്ടിൽ നിന്നും പലായനം ചെയ്ത് മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക്, യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കിടക്കുകയാണ്. ഇങ്ങനെ അടഞ്ഞ വീടുകളുടെ, പലായനം ചെയ്യുന്ന ആളുകളുടെ, വൃദ്ധരായ മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു ദേശമാണ്, ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. ഇങ്ങനെയുള്ള സവിശേഷമായ ഒരു രംഗത്ത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളെ കൂടി നാം വിലയിരുത്തേണ്ടതുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ലൂക്കോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സ്വയം കഴുത്തു മുറിച്ച് മരണപ്പെട്ടു. ആത്മഹത്യയാണ്. ഞാൻ അതിനെ ഇവിടെ പുകഴ്ത്തി സംസാരിക്കുകയല്ല. അദ്ദേഹം ചെയ്തത് എന്തുകൊണ്ടും തെറ്റായ കാര്യമാണ്. കാരണം നമ്മുടെ ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല. ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും ജീവൻ എടുക്കാൻ നമ്മൾ ഇതിൻ്റെ ഉടയവരല്ല. ഈ മനുഷ്യന്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ അതിൽ പ്രസംഗിച്ച അച്ഛൻ പറഞ്ഞ ഈ മരണത്തിന്റെ പിന്നിലുള്ള കാരണം വെളിപ്പെടുത്തുന്ന ആ പ്രസംഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ, അതായത് ഒരു മകനും മകളും ഉണ്ട് ഈ ലൂക്കോസ് ചേട്ടന്, മക്കളുടെ അപ്പ, അമ്മ, അപ്പ, ഡാഡി എന്നുള്ള വിളി കേൾക്കാൻ കൊതിച്ച് അത് കേൾക്കാതെയാണ് ഈ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നത് എന്ന കാര്യം. ഈ ലൂക്കോസ് ചേട്ടൻ ഒരു പരോപകാരിയാണ്. തൻ്റെ ഇടവക പള്ളിയിലെ സജീവ അംഗമാണ്, പൊതുപ്രവർത്തകനാണ്, സാമാന്യം സമൂഹത്തിലെ ഒരു സമ്പന്നനാണ്, എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ആളാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിൽ പെട്ടു? ഈ അച്ഛൻ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി, അവർ വിദേശത്താണ്, 1,35,00,000 രൂപ ഈ അപ്പൻ ചെലവഴിച്ചിട്ടുണ്ട്. മക്കളുടെ അനുദിന ജീവിത ചെലവിനും മറ്റ് മെച്ചപ്പെട്ട സൗകര്യങ്ങൾക്കും വേണ്ടി വീണ്ടും പണം അദ്ദേഹം നാട്ടിൽ നിന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നൽകിയിട്ടും ഈ അപ്പന്റെ സ്നേഹം മനസ്സിലാക്കാനോ തിരിച്ച് ഈ അപ്പന് സ്നേഹം കൊടുക്കാനോ പ്രിയപ്പെട്ട മക്കൾക്ക് കഴിഞ്ഞില്ല. ഈ അപ്പൻ തൻ്റെ പ്രിയപ്പെട്ട മക്കള് ഡാഡി എന്ന് വിളിക്കുന്നത് കേൾക്കാൻ വളരെയേറെ കൊതിച്ചു. ആ വിളി കേൾക്കാതെ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. മാതാപിതാക്കന്മാരോടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, നിങ്ങളെ സ്നേഹിക്കുന്ന അപ്പനും അമ്മയും നിങ്ങൾക്കുണ്ട്. എന്നാൽ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ പ്രിയപ്പെട്ട അപ്പനെയും അമ്മയെയും ഡാഡിയെയും മമ്മിയെയും സ്നേഹിക്കുന്നുണ്ട്? മാതാപിതാക്കന്മാരോട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ദിവസത്തിന്റെയും അനുഭവങ്ങൾ, കഥകൾ എല്ലാ ദിവസവും നിങ്ങൾ പറയണം. അപ്പനോടും അമ്മയോടും
ചേർന്ന് അടുത്ത് നിങ്ങൾ ഇരിക്കണം. നിങ്ങൾ സ്കൂളിൽ നിന്ന് തിരികെ ചെല്ലുമ്പോ ആദ്യം നിങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് പോകണം. സ്കൂളിൽ നടന്ന് എല്ലാ കാര്യങ്ങളും അവരോട് പറയണം. ഒരുപക്ഷെ നിങ്ങളുടെ അപ്പൻ ജോലിയും കഴിഞ്ഞ് താമസിച്ചായിരിക്കും വരുന്നത്. അപ്പന്റെ സമീപത്തിരുന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും പങ്കുവയ്ക്കണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി വലിയ ത്യാഗമെടുക്കുന്നവരാണ് ഓരോ അപ്പനും അമ്മയും. അവരുടെ ത്യാഗം എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? അപ്പന്റെ അമ്മയുടെ ആരോഗ്യത്തെ കുറിച്ച് നിങ്ങൾ ചോദിക്കാറുണ്ടോ? അപ്പനും അമ്മയും നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. അവരുടെ അധ്വാനത്തിൽ നിങ്ങളും പങ്കുചേരാറുണ്ടോ? നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ തിരിച്ച് അവർക്കും കൊടുക്കാൻ. നിങ്ങൾക്ക് സ്കൂളിൽ ഒരു സ്വീറ്റ്, ഒരു സമ്മാനം കിട്ടിയാൽ അതിൻ്റെ ഒരു ഭാഗം മാതാപിതാക്കന്മാർക്ക് നൽകാൻ നിങ്ങൾ മനസ്സ് കാണിക്കാറുണ്ടോ? എല്ലാം എനിക്ക് കിട്ടണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു മനസ്സാണോ പ്രിയ കുട്ടികളെ നിങ്ങൾക്കുള്ളത്? വൃദ്ധരായ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ കുറിച്ച് കൂടി ഒരു വാക്കിവിടെ പറയട്ടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ വൃദ്ധരായവരുടെ എണ്ണം കൂടുകയാണെന്ന്. ഇത് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ചെറിയ സംഭവം, ഒരു കഥയാണത്. അത് സംഭവമാകാം, അതുകൂടി ഞാൻ നിങ്ങളോട് പറയാം. വളരെ ഹൃദയസ്പർശിയാണത്. ഒരു വിദ്യാർത്ഥി, സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി രാവിലെ പത്രം ഇടാൻ പോകും. പത്രം പൊതുവെ നമുക്കറിയാം, വഴിയരികിൽ നിന്ന് വീട് മുറ്റത്തേക്ക് വലിച്ചെറിയുകയാണ് പതിവ്. ഇപ്പോഴൊക്കെ കുറച്ചുകൂടെ പരിഷ്കാരം, മഴയൊക്കെ കൂടുതലായതുകൊണ്ട് ഗേറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന സംവിധാനത്തിലേക്ക് പത്രം ചുരുട്ടി ഇൻസർട്ട് ചെയ്ത് വെക്കും, തിരികെ വെക്കും. എന്നാൽ ആ വീട്ടിലെ കുടുംബനാഥൻ, ഒരു 70 വയസ്സ് കഴിഞ്ഞ അപ്പനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. ഈ കുടുംബനാഥൻ പത്രം ഇടുന്ന പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ വീട്ടിലേക്ക് പത്രം എറിയാൻ പാടില്ല. നീ എന്നെ ഗേറ്റ് തുറന്ന് അകത്ത് കിടക്കണം. കോളിംഗ് ബെൽ അടിച്ച് എന്നെ വിളിക്കണം. വാതിൽ തുറന്ന് വന്ന് എൻ്റെ കയ്യിൽ നീ പത്രം ഏൽപ്പിക്കണം. അന്നേരം ആ കുട്ടി പറഞ്ഞു, എനിക്ക് അതിനുള്ള സമയമില്ല, 100 കണക്കിന് പത്രം ഇട്ട് തീർക്കാനുണ്ട്, അതിനുശേഷം എനിക്ക് സ്കൂളിൽ പോകണം. പക്ഷെ ഈ കുടുംബനാഥൻ നിർബന്ധം പറഞ്ഞു, എൻ്റെ കയ്യിൽ നീ പത്രം തന്നേ പോകാവൂ. എന്നിട്ട് അവസാനം ഈ കുട്ടിയുടെ സാഹചര്യം മനസ്സിലാക്കി കുടുംബനാഥൻ പറഞ്ഞു, നീ ഇങ്ങനെ പത്രം തരുന്നതിന് നിനക്ക് അഡീഷണലായി ഒരു ദിവസം 100 രൂപ ഞാൻ തരാം. അതായത് ഒരു മാസം 3000 രൂപ കൂടുതലായി നിനക്ക് നൽകാം. ഇത് അവസാനിക്കുമ്പോൾ കുടുംബനാഥൻ ഗദ്ഗതകണ്ഠനായി പറയുകയാണ്, എൻ്റെ മകനെ, നിന്നെ കാണുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ സന്തോഷമാണ്. ഞങ്ങളുടെ മക്കളോ കൊച്ചുമക്കളോ ഇവിടെ ഇല്ല. അവർക്ക് ഞങ്ങളെ കാണണ്ട, അവരെ ഞങ്ങൾക്ക് കാണണം, പക്ഷേ അവരുടെ സാമീപ്യം ഞങ്ങൾക്ക് ലഭ്യമല്ല. നിന്നെ കാണുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ പുലരിയാണ്. നിന്നെ കാണുമ്പോൾ ഞങ്ങൾക്ക് ജീവിതത്തിന് കൂടുതൽ അർത്ഥം ഉള്ളതായിത്തീരുന്നു. ഞങ്ങളെ കാണാൻ ഈ വീട്ടിൽ ആരും വരുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വാതിലുകൾ തുറക്കുമ്പോൾ നിന്നെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നീ എല്ലാ ദിവസവും പത്രം ഞങ്ങളുടെ കയ്യിൽ നേരിട്ട് തരണം. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങളുടെ വീട്ടില് മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടാകും. ഈ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുക്ക് നിങ്ങൾ പോയിരിക്കണം. അവർക്കൊരു മണമുണ്ട്. വൃദ്ധരായ നോനിനാൽ എന്നാണ് ആ മണത്തിൻ്റെ പേര്. നമ്മളൊരു 50-60 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം മൂലം വരുന്ന മണമാണത്. ആ മണം കൊച്ചുകുട്ടികൾക്ക് ജീവിതത്തിൻ്റെ വലിയ മൂല്യവും സ്നേഹവും നൽകുന്ന മണമാണത്. അപ്പൊ നിങ്ങൾ ഈ പ്രായമായ നിങ്ങളുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുക്കൽ പോയി നിന്ന് അവർ പറയുന്നതൊക്കെയും കേൾക്കണം. അവരുടെ സ്നേഹവാത്സല്യങ്ങൾ സ്വീകരിക്കണം. നിങ്ങളുടെ സാമീപ്യം അവർക്ക് വലിയ സന്തോഷം നൽകുന്നുണ്ട്. അവരുടെ കവിളിൽ ഒരു ചക്കര മുത്തം നിങ്ങൾ നൽകണം. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഈ പ്രായമായ മാതാപിതാക്കന്മാരുണ്ടാവുകയില്ല. നിങ്ങളുടെ അപ്പന്റെ സഹോദരന്റെ വീട്ടിലായിരിക്കാം. ആ വീട്ടിൽ നിങ്ങൾ അടുത്താണെങ്കിൽ എല്ലാ ദിവസവും ചെല്ലണം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരെ കാണാൻ പോകണം. നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ നിർബന്ധിക്കണം. ഈ മാതാപിതാക്കന്മാരുടെ കൃപ, ഈ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തില്
വലിയ നിക്ഷേപമാണെന്ന് പ്രിയമക്കളെ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ജന്മദിനം അറിയാവുന്ന എത്ര കുട്ടികൾ ഈ കൂടെ ഉണ്ട്. അത് ഓർത്തിരുന്ന് അവർക്ക് ചെറിയ സമ്മാനങ്ങൾ നൽകി അവർക്ക് ആശംസകൾ നേരണം. അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, റഫീഖ് അഹമ്മദിൻ്റെതാണത്. അമ്മത്തൊട്ടിൽ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കവിതയാണത്. ആ കവിത ഇങ്ങനെയാണ്: ഒരു മകൻ തൻ്റെ അമ്മയെ, വൃദ്ധയായ അമ്മയെ ഉപേക്ഷിക്കാൻ വേണ്ടി കാറിന്റെ പിൻസീറ്റിലിരുത്തി യാത്ര ചെയ്യുന്നതിനിടയിൽ ഉണ്ടാകുന്ന വിചാരങ്ങളാണ് ആ കവിതയുടെ കാമ്പ്. കവിതയിൽ ഇങ്ങനെയാണ്: കാറിന്റെ പിൻസീറ്റിലിരുത്തി നേരെ ഇരിക്കാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല. പ്രായമായ അമ്മ ഒരു വശത്തേക്ക് വളഞ്ഞു വീഴുകയാണ്. അമ്മയുടെ കൈകൾ ചുള്ളിക്കമ്പ് പോലെയാണ്. നമുക്കറിയാം, കുട്ടികൾക്ക് ഇന്ന് ചുള്ളിക്കമ്പ് പരിചയമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. റബ്ബർ ചുള്ളികൾ എങ്ങനെ ഇരിക്കും അല്ലേ? ഇങ്ങനെ എപ്പോ വേണമെങ്കിലും ഒടിഞ്ഞു പോകാവുന്ന രീതിയിൽ വളഞ്ഞുണങ്ങിയിരിക്കുന്നതാണ് ചുള്ളിക്കമ്പുകൾ. ഈ അമ്മയുടെ കണ്ണുകൾ പഴയ പിഞ്ഞാണം പോലെയാണ്. അത് ജീവനില്ലാത്ത കണ്ണുകളാണ്. എന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ഷോപ്പിംഗ് മാൾ കാണുകയാണ്. ഷോപ്പിംഗ് മാളിന്റെ സമീപ പ്രദേശം വിജനമാണ്. അവിടെ അമ്മയെ ഇറക്കി വിടാമെന്ന് വിചാരിച്ചുകൊണ്ട് വണ്ടി സ്ലോ ചെയ്യുമ്പോ ഈ വിജനമായ സ്ഥലത്ത് ഒരു പട്ടി പ്രസവിച്ചു കിടക്കുകയാണ്. തള്ളപ്പട്ടി അതിന്റെ കുഞ്ഞുങ്ങളെ ആയിട്ട് അവിടെ കിടക്കുന്നു. വാഹനം അടുത്തേക്ക് വരുമ്പോ ഈ മകൻ കാണുന്നത് ഇങ്ങനെയാണ്: ഈ തള്ളപ്പട്ടി വാഹനത്തിന് നേരെ ചീറ്റിയടിക്കുകയാണ്. കാരണം തന്റെ പട്ടി കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ വരുന്ന ഒരു വാഹനമാണ് എന്ന് കരുതി തന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തള്ള ഇതിനെതിരെ ആക്രോശിച്ച് കുരച്ച് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ്. ഈ മകന്റെ മനസ്സിലൂടെ അമ്മയുടെ സംരക്ഷണത്തിന്റെ വിചാരങ്ങൾ കടന്നു പോവുകയാണ്. അമ്മ മകനെ സംരക്ഷിക്കാൻ വേണ്ടി, കാത്തു സൂക്ഷിക്കാൻ വേണ്ടി എത്രയോ വലിയ ത്യാഗമാണ് എടുത്തിട്ടുള്ളത്. കാർ വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോ പള്ളിക്കൂടത്തിന്റെ മുമ്പിലെത്തി. പള്ളിക്കൂടം വൈകിട്ട് സമയമാണ്, മൈതാനത്ത് ആരുമില്ല, സ്കൂള് വിജനമാണ്. അമ്മയെ അവിടെ ഇറക്കി വിടാമെന്ന് വിചാരിച്ചപ്പോ തൻ്റെ അമ്മ തന്നെ കാത്തു നിന്ന സ്ഥലങ്ങൾ ഇവന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ആദ്യ ദിവസങ്ങളില് സ്കൂളിലാക്കിയിട്ട് വീട്ടിലേക്ക് പോകണമെന്ന് കരഞ്ഞ് നിൽക്കുന്ന എന്നെ നോക്കി നിൽക്കുന്ന അമ്മ, എന്നെ ടീച്ചർ അടിച്ചപ്പോ എന്റെ കൈ തടവി തന്ന് ആശ്വസിപ്പിച്ച അമ്മ, ഇങ്ങനെ കൊച്ചുകുട്ടിയായിരുന്നപ്പോ അവന്റെ ജീവിതത്തിലുണ്ടായ സ്കൂൾ വിചാരങ്ങള്, അമ്മയുടെ സ്നേഹം മുഴുവൻ അവന്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. വീണ്ടും അവൻ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പോ ജില്ലാ ആശുപത്രിയുടെ സമീപത്ത് വിജനമായ പ്രദേശം കണ്ട അമ്മയെ അവിടെ ഇറക്കി വിടാമെന്ന് വിചാരിച്ചപ്പോ അവൻ ഓർത്തു, എന്നെയും തോളിലേറ്റി, പനി പിടിച്ച രോഗം ബാധിച്ച മകനായി എന്നെയും തോളിലേറ്റി ഈ ആശുപത്രിയുടെ വരാന്തകളിലൂടെ നടന്നുപോയതും ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തു നിന്നതും കയ്യില് ഇഞ്ചക്ഷൻ സൂചി കുത്തിക്കയറ്റിയപ്പോൾ നിലവിളിച്ചപ്പോൾ അമ്മ ആശ്വസിപ്പിച്ചതുമായ ഓർമ്മകൾ അവന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അമ്മ അവനോട് പറഞ്ഞിരുന്നു, എനിക്ക് അമ്പലത്തിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, നീ എന്നെ ഒരു ദിവസം അമ്പലത്തിൽ കൊണ്ടുപോകണം, തൊട്ടടുത്ത് കാണുന്നത് അമ്പലമാണ്. അമ്പലവും വിജനമായതുകൊണ്ട് അവൻ അതിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തി. അപ്പൊ അമ്മ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ അവൻ ഓർത്തു. അമ്മയെ അവിടെ ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ച് വണ്ടി നിർത്തിയപ്പോ ശ്രീകോവിലിൽ നിന്ന് ഈശ്വരൻ തന്നെ ഇറങ്ങി വന്ന് അവന് അവിടെയും അമ്മയെ ഉപേക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം. അങ്ങനെ കവിത പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ അമ്മമാർ, നമ്മുടെ അപ്പന്മാർ, മാതാപിതാക്കന്മാർ നമുക്ക് വേണ്ടി എടുക്കുന്ന നിസ്തുലങ്ങളായ വേദനകള്, ത്യാഗം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മായാതിരിക്കട്ടെ. അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ, അവരെ കരുതാൻ നമുക്ക് കഴിയട്ടെ. എന്നും അവരോടൊപ്പമാകാൻ, അവരുടെ സ്നേഹത്തിലാകാൻ ഈ വിദ്യാഭ്യാസം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. നന്ദി.